അങ്ങനെ രാവിലെ നേരം വെളുത്ത് ഒന്ന് പറമ്പിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. നമ്മളെ കുഞ്ഞ് കണ്ണിമങ്ങിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഭംഗിയുള്ള സംഭവം നമ്മൾ ഈ രാവിലെ ഉണ്ടല്ലോ പൂക്കളെടുത്ത് പോയി അവരോട് വർത്താനം പറഞ്ഞ പോലെ നമുക്ക് പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും അതിനോടൊക്കെ സംസാരിച്ച് അതിനെയൊക്കെ ഒന്ന് തൊട്ടുന്ന അതൊക്കെ ഒരു രസം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും പച്ചക്കറി കായ്ച്ചു നിൽക്കുന്നതും ചക്ക മാങ്ങ എല്ലാം അല്ലേ, അതൊക്കെ എന്ത് രസമല്ലേ. ഇതൊക്കെ നമ്മൾ പ്രകൃതിയുടെ ഒരു അത്ര മനോഹരമാണല്ലേ. പക്ഷെ അത്ര ആയിട്ടില്ല, എന്നാലും ഉണ്ട് കേട്ടോ മാങ്ങ അത്യാവശ്യം ഉണ്ട്. ഇപ്രാവശ്യത്തെ ഒരു കുഞ്ഞൊരു കൊല ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളിങ്ങനെ പണ്ടത്തെ കാലം പോലെ ഒന്നുമില്ല ഇപ്പോൾ. പിന്നെ ഞങ്ങൾ ഈ സ്ഥലം ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കുന്നും മലയൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. അത് നമ്മൾ നേരം വെളുത്ത് വരുമ്പോൾ ആ വീട്ടുണ്ടല്ലോ ഒരു കുഞ്ഞൊരു കോടയൊക്കെ ആയിട്ട് ഇങ്ങനെ അത് നല്ല ഭംഗിയാണ്. മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കോട ഉണ്ടല്ലോ, സൂപ്പറാണ്. നമ്മൾ ഈ തോട്ടത്തിലോട്ടൊക്കെ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൊത്തം കിണറാണ്, കുടിവെള്ളത്തിനല്ല. അങ്ങനെ ജസ്റ്റ് നനയ്ക്കാൻ ഇങ്ങനെ ഇവിടങ്ങളിലൊക്കെ റബ്ബർ തോട്ടമൊക്കെയാണ് ഈ ഇവിടെ. പിന്നെ എല്ലാവരും കൃഷിക്കാർ തന്നെ, ആരും അങ്ങനെ മക്കളൊക്കെ ജോലിക്കൊക്കെ പോകുന്നല്ലാണ്ട് ഇങ്ങനെ ഫുള്ള് കൃഷിക്കാരാണ് എല്ലാവരും. റബ്ബർ തോട്ടവും വാഴക്കൃഷിയും നെല്ലൊന്നുമില്ല കേട്ടോ, വയലും അങ്ങനെയൊന്നുമില്ല. കുന്നാണിത്, കുന്നും മലയൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ ഇഞ്ചി കാപ്പി അങ്ങനെയുള്ള നമ്മൾ ചക്ക ഇപ്രാവശ്യം നല്ലോണം കായ്ച്ചിട്ടുണ്ട്. അപ്പനും മക്കളും എല്ലാവരും ഉണ്ട്, അമ്മയും മക്കളൊക്കെ ആയിട്ട് കുഞ്ഞിതും വലുതും അല്ലാതെ എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ കാണാൻ. ഏറ്റവും നമ്മൾ കഴിക്കുന്നതിൻ്റെ നല്ലത് ഇങ്ങനെ കായ്ച്ച് കിടക്കണം. എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കായ്ച്ച് കിടക്കണം കാണാനുള്ള ഭംഗി, അത് ഭയങ്കര നല്ല വരിക്കച്ചക്ക ആട്ടോ, നല്ല സൂപ്പർ വരിക്കച്ചക്കയാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യം ചക്കയൊക്കെ ഉണ്ട്, നമ്മളാവശ്യത്തിനുള്ള ചക്കയുണ്ട്, പപ്പായ ഉണ്ട്. ഇടിഞ്ചക്കയൊക്കെ നല്ല ഈ ചെറിയ കുഞ്ഞ് തന്നെ, ഈ കുഞ്ഞ് കാണുമ്പോൾ ഇടിഞ്ചക്ക വെച്ച സൂപ്പറാട്ടോ. ഇടിഞ്ചക്ക ഉപ്പേരിയും നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിനാണ് അടിപൊളിയാണ്, സൂപ്പർ.